പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 14-ാം വാർഡിലാണ്. എന്റെ തൊട്ടു പുറകിൽ കാണുന്ന സ്ഥലം ഏക്കർ കണക്കിന് സ്ഥലം അനധികൃതമായിട്ട് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സ്റ്റോപ്പ് മെമ്മോ പലവട്ടം കൊടുത്തതാണ്. അവര് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ വീണ്ടും ഇന്നത്തെ കാഴ്ചയാണ്, ഇപ്പം ടിപ്പർ മണ്ണടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി വിവരങ്ങളിലേക്ക് പോകാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 14-ാം വാർഡ് കൊട്ടാരത്തിക്കടവ് പാലത്തിന് സമീപത്താണ്. ഇവിടെയാണ് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേനാണ് ടിപ്പർ മണ്ണടിക്കുക, അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോവുക, ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് മുഴുവൻ മണ്ണടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ MLA ഉദ്ഘാടനം ചെയ്തൊരു പാലമുണ്ട്, കൊട്ടാരത്തിക്കടവ്. അവിടെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് ഏറെക്കുറെ 1 കോടി രൂപ മുടക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത്. അന്നേരമാണ് ഇവിടെ ഈ മണ്ണടിക്കുന്നതിൻ്റെ വിവരം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ 1-2 പേരോട് തിരക്കിയപ്പോഴത്തേന് അവരെല്ലാം പറഞ്ഞത് ഇടയ്ക്കിടെല്ലാം സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ മണ്ണ് ആയിട്ട് ടിപ്പർ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് തിരക്കിയത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ പ്രദേശം മുഴുവൻ മണ്ണടിച്ചിരിക്കുകയാണ്. ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ മണ്ണടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിലേക്ക് പോകാം. നമ്മുടെ പുതുപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വില്ലേജ് ഓഫീസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ഇന്നും കൂടെ ഉള്ള ഡ്യൂട്ടി. ഹലോ, നമസ്കാരം. ഇന്ന് തന്നെ റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഭയങ്കര പരിപാടിയൊക്കെ ആണല്ലോ. ഞാൻ വിളിച്ചതേ അപ്പം ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരത്തിക്കടവില് അവിടെ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തൊരു സ്ഥലമുണ്ടല്ലോ, ആ പാലത്തിനോട് ചേർന്ന് മണ്ണടിക്കുന്നത്. അവിടെ ഇപ്പം നല്ല മണ്ണടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പോയപ്പോൾ നല്ലപോലെ മണ്ണടി നടന്നുകൊണ്ടിരിക്കുക. അല്ല മുള്ളി അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നേ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. എനിക്ക് തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ പിന്നെ അത് ഞാൻ അറിഞ്ഞതേ. അല്ല, പഞ്ചായത്തിൽ നിന്നും എല്ലാം കൊടുത്തിട്ടുള്ളതല്ലേ ഇത് നിർത്തി വെക്കാൻ വേണ്ടി? അപ്പം വില്ലേജ് ഓഫീസറുടെ മറുപടി നിങ്ങൾ കേട്ടല്ലോ. നമ്മൾ ഇനി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണാം. നമുക്ക് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പം രാവിലെ 10 മണി ആയുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഫോൺ വിളിക്കാം. ഞാൻ വിളിച്ചത് നമ്മുടെ കൊട്ടാരത്തിക്കടവ് ഭാഗത്ത് 14-ാം വാർഡിൽ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന തെക്കേപ്പറമ്പിലെ മോന്റെ സ്ഥലത്ത് നമ്മുടെ ശരി അങ്ങോട്ട് അവിടെയാണോ? ഞാനിന്ന് അവിടെ ഞാനവിടെ ചെന്നപ്പോൾ അവർ നല്ലപോലെ മണ്ണടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പോയി തടഞ്ഞതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടും അവര് ധൈര്യമായിട്ട് മണ്ണടിക്കുക എന്ന് പറയുമ്പോഴത്തേന് ഒന്ന് നോക്കി, അദ്ദേഹം ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇവിടുത്തെ ഈ കസേരയിൽ അദ്ദേഹം ഇരുന്നതാണ്. ഇവിടെ ഇരുന്നിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട അദ്ദേഹമാണ് ഈ കാട്ടായം കാണിക്കുന്നത്. അപ്പം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞതും പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസർ പറഞ്ഞതും എല്ലാം നിങ്ങൾ കണ്ടു കാണും.
ഇത് ജേക്കബ് വർഗീസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. തെക്കേത്തുരുത്തൽ. ഇദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. തെക്കേപ്പറമ്പിലെ മോൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിന്റെയാണ് ഈ സ്ഥലം. ഈ വസ്തു 2 സർവേ നമ്പറിലാണ് പപ്പാതി വീതം കിടക്കുന്നത്. ഒരു സ്ഥലം മണ്ണടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്, എന്നാൽ മറ്റേ സ്ഥലത്തിന് മണ്ണടിക്കാനുള്ള പെർമിഷൻ ഇല്ല. നിങ്ങൾ കണ്ടല്ലോ, ഈ പ്രദേശം മുഴുവൻ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള രേഖകൾ എങ്ങും കൊടുത്തിട്ടില്ല. പഞ്ചായത്തിലും കൊടുത്തിട്ടില്ല, വില്ലേജിലും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. അപ്പം ഞാൻ വിളിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് പോരുവാന്നാണ് പറഞ്ഞത്. അതിനുശേഷം പ്രസിഡന്റിനെ വിളിച്ചപ്പോഴത്തേന് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പൊതുപ്രമനും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി രാജുവും അതുപോലെ തന്നെ ആ വാർഡിലെ മെമ്പർ, അങ്ങാടിയിലെ മെമ്പർ കുഞ്ഞുഞ്ഞമ്മ എബ്രഹാമും 17ാം വാർഡിലെ മെമ്പർ രഞ്ജു ചെറിയാനും കൂടിയാണ് സംഭവ സ്ഥലത്ത് എത്തിയത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉടനെ പോലീസിനെ വിളിച്ചു. അവർ പെട്ടെന്ന് തന്നെ പോലീസും വന്നു പണി നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ കിടന്ന വാഹനത്തിന്റെ എല്ലാ നമ്പരും എല്ലാം വാഹനമെല്ലാം സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോലീസ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം പണി നിർത്തിവെച്ചു. ഇത് നിങ്ങളുടെ സ്ഥലമാണ്. ഇത് മണ്ണടിക്കുന്നതിനോ നികത്തുന്നതിനോ ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇതിന് വേണ്ട നിയമപ്രകാരമുള്ള എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തീകരിച്ച് അധികാരികൾക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം ഇതിൻ്റെ അകത്തുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുക.